إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله وهو المهتدي ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. വളരെ പ്രിയപ്പെട്ട മഹാഭാഗ്യമായി ഇവിടെ ഒരുമിച്ച് ചേർന്ന വിശ്വാസിനികളെ, നശ്വരമായ ഐഹിക ജീവിതത്തിൽ സൃഷ്ടികർത്താവും തമ്പുരാനും അഖില ലോക പരിപാലകനുമായ റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് നല്ല വിശ്വാസികളായി ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന് ആദ്യം എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, ഉത്ബോധിപ്പിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും അവന്റെ തൃപ്തിയോടുകൂടി ദുനിയാവിന്റെ ജീവിതത്തിൽ നിന്ന് വിട പറയാനും ഭാഗ്യം ലഭിക്കുന്ന മുവഹിദുകളിൽ കാരുണ്യവാനായ നാഥൻ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതീക്ഷയോടുകൂടി പ്രത്യാശയോടുകൂടി അവൻ കാത്തിരിക്കുന്ന ഒരു സമയം നമ്മുടെ തൊട്ട് മുമ്പിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ആലങ്കാരികമായ ഒരു പ്രയോഗമല്ല പുണ്യത്തിന്റെ പൂക്കാലം എന്നത്. അത് പരിശുദ്ധ റമദാനിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വർണ്ണനയാണ് പുണ്യത്തിന്റെ പൂക്കാലം എന്നത്. ആമുഖമായി കടന്നു വരുന്ന റമദാനിനെ വളരെ സന്തോഷത്തോടെ ഐശ്വര്യത്തോടെ അതിന്റെ പരമാവധി പുണ്യങ്ങൾ നേടിയെടുക്കാൻ സാധ്യമാകുന്ന ആളുകളുടെ കൂട്ടത്തിൽ കാരുണ്യവാനായ നാഥൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ വീടകങ്ങളും അതേപോലെ തന്നെ നമ്മുടെ പള്ളികളുമൊക്കെ
പരിശുദ്ധമായ റമദാനിനെ വരവേൽക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഉമ്മമാരെല്ലാം വലിയ തിരക്കിലാണ്. ആ തിരക്ക് വീടും അതിന്റെ അകവും പുറവും ഒക്കെ നന്നാക്കി ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് പോലെ പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കുവാൻ നനച്ച് കുളിക്കുന്ന ഒരു സമയമാണ്. പള്ളികളൊക്കെ തന്നെയും അലങ്കരിക്കുകയും വൃത്തിയാക്കുകയും അതേപോലെ തന്നെ രാത്രിയിലെ നമസ്കാരത്തിന് വേണ്ടി ചൂട് അതില്ലാതാക്കാൻ AC വരെയുള്ള സൗകര്യങ്ങളൊക്കെ നമ്മുടെ പള്ളി ഉൾപ്പെടെ നമ്മൾ ചെയ്ത് പള്ളികളും ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് മാനസികമായി നമ്മൾ എത്രമാത്രം അതിന് തയ്യാറായിട്ടുണ്ട് എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. സുബഹി നമസ്കാരാനന്തരം നമ്മുടെ പള്ളികൾക്കടുത്തുള്ള ചെറിയ ചായപ്പീടികയിൽ പോയി ചായ കുടിക്കുന്ന സമയത്ത് പലപ്പോഴും ആകുലതയോടുകൂടി ആളുകൾ സംസാരിക്കാറുണ്ട്. ചൂട് സഹിക്കാൻ വയ്യ, മാർച്ച് മാസമാണ്, കഠിനമായ ചൂട് തുടങ്ങുന്ന മാസമാണ്, ഈ റമദാൻ എങ്ങനെയാണ് അവസാനിപ്പിക്കുക എന്നറിയില്ല എന്ന് പറയുന്ന ചില സംസാരങ്ങളും പലപ്പോഴും നമ്മുടെ മനസ്സുകളിൽ വരാറുണ്ട്, അല്ലെങ്കിൽ കേൾക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായ അവസ്ഥകൾ ഉണ്ടാകുമ്പോഴാണ് അവന് ഏറ്റവും നല്ല പ്രതിഫലങ്ങൾ വർദ്ധിച്ചു കിട്ടുക എന്നതാണ്. അതുകൊണ്ടാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യപ്രവാചകൻ പറഞ്ഞത്, അള്ളാഹുവിൽ നിന്ന് വന്നിട്ടുള്ള ഖുദ്സിയായ ഒരു ഹദീസിൽ നോമ്പിന്റെ പ്രതിഫലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ അതിൽ പറഞ്ഞത്, ഓരോരുത്തർക്കും അവർ നോൽക്കുന്ന നോമ്പിന്റെ പ്രതിഫലം വ്യത്യസ്തങ്ങളായിരിക്കും എന്ന് പ്രവാചകൻ അള്ളാഹുവിന്റെ വാക്കായി നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ തയ്യാറാവുക എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ഏതിനെ പോലെ നമ്മുടെ വീട്ടിൽ ഒരു പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ അതിന് ഒരുങ്ങുന്നതിനേക്കാൾ നമ്മുടെ മഹല്ലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ സംഘാടകരായ ആളുകൾ അതിനു വേണ്ടുന്ന എന്തെല്ലാം കാര്യങ്ങൾ കൂട്ടമായിരുന്ന് ആലോചിക്കുന്നുവോ ആ രൂപത്തിൽ വീടുകളിൽ ചർച്ചകൾ ഉണ്ടാവണം എന്നാണ് പ്രിയപ്പെട്ടവരെ ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ തയ്യാറായിട്ടുണ്ടോ എന്ന് റമദാനുമായി ബന്ധപ്പെട്ട ചില ആലോചനകളും അതേപോലെ തന്നെ ചില ചിന്തകൾക്കും സമയം കാണാനാണ് ഇന്നത്തെ ഖുതുബയിൽ ഇൻഷാ അല്ലാഹ് വിചാരിക്കുന്നത്, ആലോചിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹാബത്തിന് റമദാനിന് തൊട്ടടുത്തുള്ള ദിവസങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. പ്രവാചകന്റെ മുമ്പിലുള്ളത് സഹാബത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, മാ യസ്തഖ്ബിലുകും വമാ തസ്തഖ്ബിലുൻ, നിങ്ങളിലേക്ക് കടന്നു വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്താണ് എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് പ്രവാചകൻ സഹാബത്തിനോട് ചോദിച്ചു. പ്രവാചകൻ ഈ ചോദ്യം 3 തവണ ആവർത്തിക്കുകയാണ്. ഹദീസുകളിൽ കാണാം, 3 പ്രാവശ്യമാണ് പ്രവാചകൻ ഈ ചോദ്യം മാ യസ്തഖ്ബിലുകും വമാ തസ്തഖ്ബിലുൻ എന്ന് ചോദിക്കുന്നത്. സഹാബികളൊക്കെ പ്രവാചകന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സഹാബത്തിൽ നിന്ന് എന്തെങ്കിലും ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ട് പ്രവാചകൻ 3ാമതും അത് ചോദിക്കുമ്പോ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, വഹ്യുൻ നസല, പ്രവാചകരെ താങ്കൾക്ക് എന്തെങ്കിലും വഹ്യ് ഈ സമയത്ത് ഞങ്ങളോട് പറയാൻ അവതരിച്ചിട്ടുണ്ടോ പ്രവാചകരെ? അതാണോ നിങ്ങൾ ഞങ്ങളോട് എന്താണ് ഞങ്ങളിലേക്ക് കടന്നു വരുന്നത് എന്ന് ചോദിച്ചത് എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ലാ യാ ഉമർ, അല്ല ഉമറേ. ഒന്നുകൂടെ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്,
പ്രവാചകനോട് ചോദിക്കുന്നത് അദുവുൻ ഹളറ, പ്രവാചകരെ നിങ്ങൾക്ക് നമ്മെ ആക്രമിക്കുവാൻ സായുധരായിട്ടുള്ള സജ്ജമായിട്ടുള്ള ഏതെങ്കിലും സംഘം ഇവിടേക്ക് വരുന്നു എന്ന വാർത്ത പ്രവാചകരെ താങ്കൾക്ക് ലഭ്യമായിട്ടുണ്ടോ? അതാണോ ഗൗരവമായി ഞങ്ങൾ ആലോചിക്കേണ്ടുന്ന, ഞങ്ങളിലേക്ക് സമാഗതമാകുന്ന, അതല്ലെങ്കിൽ ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പ്രവാചകനോട് ചോദിക്കുമ്പോ അതിന്റെയും മറുപടി ഇല്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്. ഫമാദാ, ഇത് രണ്ടുമല്ലാതെ ഗൗരവതരമായിട്ടുള്ള എന്തൊരു കാര്യമാണ് പ്രവാചകരെ ഞങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്ന്. ഇത് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഇന്നല്ലാഹ അസ്സ വജല്ല യഗ്ഫിറു ഫീ അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമളാൻ ലികുല്ലി അഹ്ലി ഹാദിഹിൽ ഖിബ്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കഅബയെ ഖിബ്ലയായി സ്വീകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള പാപങ്ങളൊക്കെയും അല്ലാഹു പുറത്തു തരുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു രാത്രിയെ കുറിച്ചാണ് പ്രവാചകൻ അവരോട് സംസാരിക്കുന്നത്. ഏതാണ് ആ രാത്രി? ആ രാത്രിയാണ് പ്രവാചകൻ പറഞ്ഞത് പരിശുദ്ധ റമളാനിന്റെ ഒന്നാമത്തെ രാത്രിയാണ് എന്ന്. ഇന്നല്ലാഹ അസ്സ വജല്ല യഗ്ഫിറു ഫീ അവ്വലി ലൈലത്തിൻ മിൻ ശഹ്രി റമളാൻ. എന്ന് പറഞ്ഞാൽ അത്രയും ഗൗരവതരമായിട്ടുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്രയും സന്തോഷം നിറഞ്ഞ ഒരു കാര്യമായി പ്രവാചകൻ പറഞ്ഞു. ഒന്നാമത്തെ പരിശുദ്ധമായ റമളാനിന്റെ രാത്രിയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ചാ പറഞ്ഞത്. സദസ്സിലിരിക്കുന്ന ഒരു മനുഷ്യൻ തലകുലുക്കിക്കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ബഹ് ബഹ് എന്ന് പറയുന്നു. ഛേ ഛേ എന്ന് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ ചൂണ്ടിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, യാ ഫുലാൻ, ഏ മനുഷ്യ, ലാഖ ബിഹി സദ്റുക്, നിന്റെ ഹൃദയമെങ്ങാനും ഇടുങ്ങിപ്പോയോ? ഈ ഒരു കാര്യത്തെ ഉൾക്കൊള്ളാൻ അത്രയും വിശാലമല്ലാത്ത ഒരു ഹൃദയത്തിന്റെ ഉടമയാണോ, കൽബിന്റെ ഉടമയാണോ താങ്കൾ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിക്കുമ്പോ അയാൾ പറയുന്നത്, അതല്ല പ്രവാചകരെ, ഖാലല വലാകിൻ ദക്കർതുൽ മുനാഫിഖ്. ഇത് പറഞ്ഞപ്പോ എനിക്ക് ഓർപ്പാവുന്നത് മുനാഫിക്കിന്റെ കാര്യമാണ്, കപട വിശ്വാസികളുടെ കാര്യമാണ്. കപട വിശ്വാസികളായ ആളുകൾ നമ്മളെപ്പോലെ നമസ്കരിക്കുന്നുണ്ട്, നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, നമ്മൾ കാണാവുന്ന രൂപത്തിൽ പ്രകടമായി ഇസ്ലാമികമായ എല്ലാ കാര്യങ്ങളും അവർ നിർവഹിക്കുന്നുണ്ട്. എന്നാൽ അവർക്ക് ഇത് ലഭ്യമാവുകയില്ലല്ലോ എന്നാണ്, അതിനെ സംബന്ധിച്ച് ആലോചിച്ചുകൊണ്ടാണ്, അവരുടെ അവസ്ഥ എന്ത് മോശമാണ് എന്ന് വിചാരിച്ചുകൊണ്ടാ പ്രവാചകരെ ഞാൻ അങ്ങനെ ചിന്തിച്ചത് അല്ലെങ്കിൽ പറഞ്ഞത് എന്ന് പറയുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നൽ മുനാഫിഖീന ഹുമുൽ കാഫിറൂൻ, മുനാഫിഖീങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ അവിശ്വാസികളാണ്. വലൈസ ലികാഫിരിൻ മിൻ ദാലിക ഷൈ, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം അവന് ഇങ്ങനെയുള്ള ഒന്നും തന്നെ ലഭ്യമാവുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നിങ്ങൾ എന്തിനാ പ്രവാചകൻ അങ്ങനെ പറഞ്ഞത്? പലപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ഇബാദത്തുകളിൽ നമുക്ക് നിഫാഖ് കടന്നു വരുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള ഗൗരവമായ ആലോചന ഉണ്ടാക്കണമെന്നതാണ്. നമ്മളൊക്കെ മുസ്ലിങ്ങളാ, പക്ഷേ പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ കാണുമ്പോ നമുക്ക് മുനാഫിക്കിന്റെ സ്വഭാവമുണ്ടോ എന്നത് വിലയിരുത്തപ്പെടേണ്ടത് നമ്മളാണ്. എനിക്ക് നിഫാഖ് ഉണ്ടോ? നിഫാഖ് എന്ന് പറഞ്ഞാൽ എന്താ? ആളുകളെ കാണുമ്പോ ആളുകളെ കാണിക്കാൻ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമായി ഇബാദത്തുകളിൽ ഇടപെടാൻ കഴിയാത്ത അവസ്ഥയുണ്ടെങ്കിൽ, പേര് നമ്മുടേതൊക്കെ നല്ല മുസ്ലിം പേരുകളാണെങ്കിലും മുനാഫിക്കിന്റെ സ്വഭാവമാണ് നമ്മളിലെങ്കിൽ ആ ഗണത്തിലാ നമുക്ക് ഇതിന്റെ പ്രതിഫലം ലഭ്യമാവുകയില്ല. കൃത്യമായി മനസ്സിലാക്കുക. പരിശുദ്ധ റമദാനിനെ സംബന്ധിച്ചിടത്തോളം ഒരിടങ്ങറായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ മുസ്ലിങ്ങളാണോ എന്നത് നമ്മളാണ് ആലോചിക്കേണ്ടത്. അത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ കഴിയണം. ഏറ്റവും അടുത്തു വരാൻ ആഗ്രഹിക്കണം. പ്രയാസങ്ങൾ എത്രയുണ്ടെങ്കിലും ഞാൻ ആ മാസത്തെ എന്റെ മാസമാക്കി മാറ്റുമെന്ന തീരുമാനമെടുക്കുവാൻ വിശ്വാസികളെ നമ്മൾ തയ്യാറാവണം. അതെന്ന് പോരാ, അവസാന ദിവസം പോരാ, ഈ മാസത്തിന്റെ അവസാന ദിവസം പോരാ, ഷഅബാൻ മാസത്തിന്റെ അവസാനത്തിൽ പോരാ,
മറിച്ച് ഇവിടെ നിന്ന് ആരംഭിക്കണം, ആലോചിക്കണം. പ്രവർത്തനങ്ങളെ പരിശുദ്ധ റമദാനിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നതിനെ കുറിച്ചുള്ള കൃത്യമായ പ്ലാനിങ്ങുകൾ ഉണ്ടാവണം. പ്രവർത്തനങ്ങളെ പ്ലാൻ ചെയ്തുകൊണ്ട് ആ ഒരു മാസത്തെ ഒരു കലണ്ടർ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. എങ്ങനെയൊക്കെ ഉണ്ടാവണം, ഞാൻ എവിടെയൊക്കെ മാറണം, എവിടെയൊക്കെ ശ്രദ്ധിക്കണം എന്ന ഒരു കൃത്യമായ, അതിനെ ഞാൻ എങ്ങനെ ഉപയോഗപ്പെടുത്തുമെന്ന ഒരു കൃത്യമായ ധാരണ ഉണ്ടാക്കുവാൻ നമുക്ക് കഴിയണം. ഒരാഴ്ചയാണ് ഏകദേശം നമുക്ക് സമയമുള്ളത്. നമ്മൾ എന്തൊരുക്ക ഒരുങ്ങിയത്, വീടുകളൊക്കെ നന്നാക്കിയിട്ടുണ്ട് അല്ലെ? ഉമ്മമാര് പറഞ്ഞു, വലിയ പ്രായമുള്ള ഉമ്മാരൊക്കെ ഉണ്ടെങ്കിൽ, വല്യന്മാരൊക്കെ ഉണ്ടെങ്കിൽ പറയാം, എന്താ റമദാനാ വരുന്നത്, അരിയും പൊടിയും മല്ലിയും മുളകും ഒക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ കൊണ്ടുവന്ന് ഭദ്രമാക്കി ഒരു മാസം ഭക്ഷണം കഴിക്കുവാനുള്ള സംഗതികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈത്തപ്പഴം വരെ അത് ഏത് വാങ്ങണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ റമദാനിനെ എന്റേതാക്കി മാറ്റാൻ, പ്രതിഫലാർഹമാക്കി മാറ്റാൻ ഞാൻ എത്രമാത്രം അതിന്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നത് നമ്മൾ തീർച്ചയായും ആലോചിക്കണം എന്നതാണ്. റമദാനിനെ അർഹിക്കുന്ന ഗൗരവത്തോടെ വരവേൽക്കണമെന്നും അതിന്റെ നന്മകളൊന്നും പാഴാക്കി കളയരുത് എന്നുമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. പ്രവാചകൻ ഒന്നുകൂടെ പറഞ്ഞിട്ടോ, അലുല്ലക്കും, നിങ്ങൾക്ക് തണലിട്ടിട്ടുണ്ട്. ഷഹ്റുക്കും ഹാദാ, നിങ്ങളുടെ ഈ മാസം കൊണ്ട്, പരിശുദ്ധമായ റമദാനിനെ കൊണ്ട് നിങ്ങൾക്ക് തണലിട്ടിട്ടുണ്ട്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, മാ മർറ അലൽ മുസ്ലിമീന ശഹ്റുൻ ഖൈറുൻ ലഹും മിൻഹു. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു വർഷത്തിൽ വരുന്ന മാസങ്ങളിൽ ഇതിനേക്കാൾ നന്മയുള്ള ഒരു മാസം, ഖൈറായിട്ടുള്ള ഒരു മാസം വേറെ ഇല്ല. പരിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്രയും ഖൈറായിട്ടുള്ള ഒരു മാസം വേറെ ഇല്ല. അതേപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു, ഒരു മുനാഫിക്കിനെ സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രം ഉപദ്രവകരമായിട്ടുള്ള മറ്റൊരു മാസവും അവരുടെ മേലും കടന്നു വരുന്നില്ല. എന്നിട്ടോ ഒന്നുകൂടെ പറഞ്ഞു കേട്ടോ, ഇന്നല്ലാഹ യക്തുബു അജ്റഹു വസവാബഹു മിൻ ഖബ്ലി അൻ യദ്ഖുൽ. വളരെ ഗൗരവത്തോട് നമ്മൾ ആലോചിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ യക്തുബു അജ്റഹു, തീർച്ചയായും അല്ലാഹു അതിന്റെ പ്രതിഫലത്തെ എഴുതി നിർണയിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വസവാബുഹു, അതിന്റെ പ്രതിഫലവും എപ്പോ, മിൻ ഖബ്ലി അൻ യദ്ഖുൽ, നിങ്ങൾ ആ പരിശുദ്ധ റമദാനിൽ പ്രവേശിക്കുന്നതിന് മുമ്പ്. റമദാനിൽ പ്രവേശിച്ചിട്ടല്ല, ഞാൻ ആ പരിശുദ്ധ റമദാനിനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ പ്രതിഫലവും അതേപോലെ തന്നെ അതിന്റെ അനുഗ്രഹവും പടച്ച റബ്ബ് എന്ത് ചെയ്തിട്ടുണ്ട്, എന്റെ മേൽ എഴുതിയിട്ടുണ്ട്. വയക്തുബു വിസ്റഹു വശഖാഅഹു മിൻ ഖബ്ലി അൻ യദ്ഖുൽ. ഒന്നുകൂടെ പ്രവാചകൻ പറഞ്ഞു, എന്താണെന്നോ, അതിന്റെ ദൗർഭാഗ്യവും അതിന്റെ പാപവും അത് അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വദാലിക അന്നൽ മുഅ്മിന യുഇദ്ദു മിൻഹു അൽ ഖുവ്വ മിൻ നഫഖത്തിൻ ലിൽ ഇബാദ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവാരാധനക്ക് വേണ്ട ശക്തി സംഭരിക്കുവാനുള്ള ഒരു കാലഘട്ടമാകുന്നു പരിശുദ്ധമായ റമദാൻ എന്നാണ്. എന്നാൽ ഒരു കപട വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളമോ, അവനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളുടെ ന്യൂനതകളും അതേപോലെ തന്നെ അവന്റെ പാളിച്ചകളും ഒക്കെ അന്വേഷിച്ച് നടക്കാനുള്ള കാലമാകുന്നു. ഒന്നുകൂടെ പ്രവാചകൻ ആ ഹദീസ് അവസാനിപ്പിക്കുന്നത്, വിശ്വാസികൾക്ക് ഈ കാലം ഒരു സമ്പാദ്യവും അതുപോലെ തന്നെ അനുഗ്രഹവും മായി തീരുമ്പോൾ ദുർവർത്തനെ സംബന്ധിച്ചിടത്തോളം ശിക്ഷയും ശാപവുമായി മാറുന്നു പരിശുദ്ധ റമദാൻ എന്നാണ്. നമ്മൾ ആലോചിക്കാട്ടോ, നമ്മൾ എവിടെയെന്നുള്ളത്. ഇതൊരു അനുഗ്രഹമായി മാറും, പരലോകത്തേക്കുള്ള ഒരു സമ്പാദ്യമായി മാറുമോ? അതിനുവേണ്ടി ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ? അതല്ല എന്തെങ്കിലും കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന്, അതിന്റെ അമലുകളിൽ നിന്ന് മാറി നിൽക്കുവാനാണോ ഞാൻ പരിശ്രമിക്കുന്നത്? നമ്മൾ ആലോചിക്കാം. പ്രവാചകൻ അതിന്റെ ഗൗരവം പറഞ്ഞെന്തറിയോ, നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. പലതും അങ്ങനെയാണ്, പലതും അങ്ങനെയാണ്. നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ഈ ആരോഗ്യവും ഈ ആയുസ്സും അതിന്റെ അനുഗ്രഹവും അതേപോലെ തന്നെ പരിശുദ്ധമായ ഈ ജീവിതവും, ആ ദുനിയാവിന്റെ ജീവിതത്തെ അതിനെ നമുക്ക് ബോധ്യപ്പെടുന്നത് എപ്പോഴാ? അതിനെ ശരിയായി ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ, പാരത്രികമായ ജീവിതത്തിന്റെ ഗുണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ മനുഷ്യന് ബോധ്യപ്പെടുന്നത് അത് തീർന്നു പോകുമ്പോഴാ, അവൻ മരണപ്പെട്ടു പോകുമ്പോഴാ, മലക്കുൽ മൗത്ത് വന്ന് പിടിക്കുമ്പോഴാ.
അപ്പോഴാ അവൻ പറയുന്നത്, എനിക്ക് കുറച്ച് സമയം കിട്ടിയിരുന്നുവെങ്കിൽ, എന്തെല്ലാം നന്മകൾ ഞാൻ ഒഴിവാക്കിയിരുന്നെങ്കിൽ ആ നന്മകളെല്ലാം ഞാൻ പ്രവർത്തിക്കുമായിരുന്നു എന്ന് പറയുന്ന രംഗങ്ങളെയൊക്കെ വിശുദ്ധ ഖുർആൻ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. അതുകൊണ്ടാ പ്രവാചകൻ പറഞ്ഞത്, ലൗ യഅലമുൽ ഇബാദു മാ ഫീ റമളാൻ. റമളാനിനെ പറ്റി ഒരു അടിമയെങ്ങാനും അതിന്റെ ഗൗരവവും അതേപോലെ തന്നെ അതിന്റെ പ്രതിഫലവും അതിന് ലഭ്യമാകുന്ന പാരത്രികമായ ജീവിതത്തിൽ അവന് ലഭ്യമാകുന്ന അനുഗ്രഹങ്ങളും ഒക്കെ സംബന്ധിച്ചവൻ അറിയുമായിരുന്നെങ്കിൽ ഉമ്മത്തി, എന്റെ ഉമ്മത്ത് ആഗ്രഹിക്കുമായിരുന്നു. എന്തിന്? അൻതകൂന അസ്സനതു കുല്ലുഹാ റമളാൻ, വർഷം മുഴുവനും നോമ്പായെങ്കിൽ നിന്ന്. ഒരു മാസമല്ല, റമളാൻ മാസമല്ല, എല്ലാ മാസവും നോമ്പായിരുന്നെങ്കിൽ എന്ന് ആ മനുഷ്യൻ എന്റെ ഉമ്മത്ത് ആഗ്രഹിക്കുമായിരുന്നു. നമ്മൾ ആഗ്രഹം എന്താ? കൃത്യമായിട്ട് ആലോചിക്കുക. നമ്മുടെ ആഗ്രഹം എന്താ? ഈ ഒരു മാസം കൂടി ഇങ്ങനെ ഇല്ലെങ്കിൽ എന്ന് ആലോചിക്കുക. അവിടെ നമ്മുടെ സമൂഹം ഉള്ളത്. കുറ്റപ്പെടുത്തിയിട്ടല്ല കേട്ടോ സംസാരിക്കുന്നത്. നമ്മൾ ആലോചിക്കുക, അതിന്റെ ഗൗരവത്തിലെടുക്കാൻ നമ്മളിൽ എത്ര ആളുകൾക്ക് സാധ്യമായിട്ടുണ്ട് എന്ന് കൃത്യമായി നമ്മൾ ആലോചിക്കുക. റമദാൻ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹ് നൽകുന്ന ഏറ്റവും അനുഗ്രഹമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അവന്റെ ജീവിതത്തിൽ വന്ന പാപങ്ങളുണ്ട്, അവന്റെ ജീവിതത്തിൽ വന്ന തെറ്റുകളുണ്ട്. ആ പാപങ്ങളെയും തെറ്റുകളെയും ഒക്കെ കരിച്ചു കളയാനുള്ള ഒരു മാസം. എന്റെ ജീവിതത്തിൽ വന്ന എല്ലാ പാപങ്ങളും കരിച്ചു കളയാൻ അനുഗ്രഹദാതാവായ റബ്ബ് എനിക്ക് കനിഞ്ഞരുളിയിട്ടുള്ള ഒരു മാസം. ഞാൻ എങ്ങനെ അതിനെ സ്വീകരിക്കുന്നു എന്നാണ് അല്ലെ. റമളാൻ എന്ന് പറഞ്ഞാൽ ഒരർത്ഥം പറയാറുള്ളത്, റമളാൻ എന്ന് പറഞ്ഞാൽ കരിച്ചു കളയുക എന്നാണ്. അതേപോലെ തന്നെ മറ്റു അറബിയിൽ നമുക്കതിന്റെ ഒരു അർത്ഥം കാണുന്നത് പുതുമഴ എന്നാണ്. പുതുമഴയുടെ പ്രത്യേകത എന്താ? പുതുമഴ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് പാപപങ്കിലമാണ്. അറിഞ്ഞും അറിയാതെയുമൊക്കെ നമുക്ക് പാപങ്ങൾ വന്നിട്ടുണ്ട്. ആ പാപങ്ങളെ മുഴുവൻ ഇല്ലായ്മ ചെയ്യാനും കരിച്ചു കളയാനും, അതേപോലെ തന്നെ ഒരു മനുഷ്യനെ ദുനിയാവിന്റെ ജീവിതത്തിലേക്ക് പറഞ്ഞയക്കുമ്പോ അവന്റെ മനസ്സ് എത്രമാത്രം പാകമായിരുന്നോ, ഭംഗിയായിരുന്നോ, ആ ഭംഗിയിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരാനുമുള്ള ഒരു മാസമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമളാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ മാറ്റത്തിന് തയ്യാറാവുക എന്ന് മാത്രം. ഒറ്റ വസിയത്താ പറയാനുള്ളത്. ഈ 11 മാസം നമ്മുടെ ജീവിതത്തിൽ വന്ന മുഴുവൻ പാപങ്ങളും കരിച്ചു കളഞ്ഞ് ഈ പരിശുദ്ധ റമളാനിൽ എല്ലാ നന്മകളും സ്വീകരിച്ച് അത് ആ അർത്ഥത്തിൽ ഒരു 30 ദിവസത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നതാണ്. നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമത്തെ രാത്രിയുടെ പ്രത്യേകത പറഞ്ഞപ്പോ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു കേട്ടോ. ആ ഹദീസ് തുടങ്ങുന്നത് 5 കാര്യങ്ങൾ എന്റെ ഉമ്മത്തിന് പരിശുദ്ധ റമളാനുമായി നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഉഅ്തിയത്ത് ഉമ്മത്തി മിൻ ശഹ്രി റമളാൻ ഖംസൻ. 5 കാര്യങ്ങളാണ് എന്റെ ഉമ്മത്തിന്, പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിന് അള്ളാഹു നൽകിയിട്ടുള്ളത്. എന്തുമായി ബന്ധപ്പെട്ട്? റമളാനുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. ലം യുഅ്തഹുന്ന നബിയ്യുൻ ഖബ്ലി, എന്റെ മുമ്പുള്ള ഒരു പ്രവാചകന്റെ സമൂഹത്തിനും ഈ അനുഗ്രഹങ്ങൾ നൽകിയിട്ടില്ല. എന്റെ മുമ്പ് വന്ന ഒരു പ്രവാചകന്റെ സമൂഹത്തിനും നൽകാത്ത 5 കാര്യങ്ങൾ എന്റെ ഉമ്മത്തിന് പ്രത്യേകമായി നൽകിയിട്ടുണ്ട്. അതിലൊന്ന് പറഞ്ഞ എന്താ? റമളാനിന്റെ ഒന്നാമത്തെ രാത്രി ഉണ്ടല്ലോ, സത്യവിശ്വാസികളിലേക്ക് അള്ളാഹുവിന്റെ ഒരു നോട്ടമുണ്ട്. എന്നിട്ട് പറഞ്ഞു, ആർക്കെങ്കിലും ആ അള്ളാഹുവിന്റെ ദർശനത്തിന്, നോട്ടത്തിന് കാരണമായി തീർന്നാൽ ലം യുഅദ്ദിബുഹു അബദ, അവൻ ഒരിക്കലും തന്നെ ശിക്ഷിക്കപ്പെടുകയില്ല പരലോകത്ത്. നിങ്ങള് റമളാൻ വന്നിട്ട് ആലോചിച്ചാൽ പോരല്ലോ. റമളാൻ വരുന്നതിന് മുമ്പ് അതിന്റെ ഒന്നാമത്തെ രാത്രിയിൽ അള്ളാന്റെ ആ ഒരു നോട്ടത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോഴോ അത് അന്ന് പോരാ, മുമ്പ് ഒരുങ്ങണം, ഇപ്പൊ തയ്യാറാവണം, ഒരുങ്ങണം. പ്ലാൻ ചെയ്തോ? നമ്മൾ ആലോചിക്കുക. അതിങ്ങനെ എല്ലാ മാസവും കടന്നു പോകുന്നത് പോലെ അങ്ങനെ കടന്നു പോകും. അതെന്താ? നേരം വെളുത്ത വൈകുന്നേരം ആവോളം ഭക്ഷണം കഴിക്കാതിരിക്കുക, അത് മാത്രം. അത്താഴത്തിന് നീക്കുക, അല്ലെ, കൽച്ചക്ക് നീക്കുക,
അതേപോലെ തന്നെ നോമ്പ് തുറക്കുക. സാധാരണയുള്ള ഒരു ജീവിതം ഇങ്ങനെ പോവുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ നഷ്ടമെന്ന അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തിയത്. പ്രിയപ്പെട്ടവരെ, പറയാനുള്ളത് ഒരുങ്ങുക എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, കഴിഞ്ഞ ആ റമദാനിൽ ഇതുപോലെയുള്ള സംസാരം കേട്ട എത്ര ആളുകൾ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അവർക്ക് ഈ റമദാനിനെ കണ്ടുമുട്ടാൻ ഭാഗ്യം ലഭിച്ചില്ല. അതിനു മുമ്പ് അവരെന്ത് ചെയ്തിട്ടുണ്ട്? ദുനിയാവിന്റെ ജീവിതത്തിൽ അവരുടെ ജീവിതം മതിയാക്കി യഥാർത്ഥ ജീവിതമാകുന്ന പരലോകത്തേക്ക് യാത്ര ചെയ്ത ആളുകളാണ്. നമ്മൾ എത്ര ആളുകൾ ഉണ്ടാകും അടുത്ത ആഴ്ച അല്ലെങ്കിൽ ഈ റമദാനിനെ വരവേൽക്കാൻ? നമ്മൾ ആലോചിക്കുക. ഒരുങ്ങുക എന്നത് തന്നെയാണ്. മാനസികമായി ഒരുങ്ങുക, പ്ലാൻ ചെയ്യുക. ഇങ്ങനെയാണല്ലോ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ വൃത്തിയിൽ നടക്കണമെങ്കിൽ എന്ത് വേണം? പ്ലാനിങ് ഉണ്ടാവണം. ആ പ്ലാനിങ് ഇവിടെ ഉണ്ടാവണം. നിസ്കാരത്തിന് ജമാഅത്തിന് ഒന്നാമത്തെ ദിവസം റമദാനിന് വന്നാ പോരാ. ആ റമദാനിന്റെ ഒന്നാമത്തെ ദിവസമുള്ള ആളുകളൊക്കെ ഇപ്പൊ വരാൻ തുടങ്ങണം, ശീലിക്കണം. അല്ലെ? നമ്മുടെയൊക്കെ പള്ളിയിലെ അവസ്ഥ എന്താണെന്ന് വെച്ചാല് ആദ്യത്തെ 1, 2, 3, 4, 5 ഒക്കെ ദിവസങ്ങളിൽ സുബഹും അതേപോലെ തന്നെ രാത്രി നമസ്കാരവും 10 ആൾക്കാർ വരുന്ന കണ്ട നമ്മൾ വിചാരിക്കും പഠിച്ചവനെ പള്ളി വലുതാക്കേണ്ടി വരുമല്ലോ എന്നാണ്. അല്ലെ? പിന്നെ അങ്ങനെ ചിന്ത വരണമെങ്കിൽ അടുത്ത റമദാനിലെ ആ ആദ്യത്തെ ദിനങ്ങൾ വരണം. എവിടെയാണ് നമ്മൾ ആലോചിക്കുക? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് നമസ്കാരം എന്ന് പറഞ്ഞത് അവൻ തൊട്ടടുത്ത പള്ളിയിൽ ഉണ്ടാകണമെന്നാണ്. അല്ലെ? അല്ലെങ്കിലോ പള്ളിയിൽ ജമാഅത്തിനില്ലെങ്കിൽ അതിന് ശർഈയായ കാരണങ്ങൾ ഉണ്ടാവണം. നിർബന്ധമല്ലേ ജമാഅത്ത് നിസ്കാരം? നമ്മൾ എത്ര ആളുകളാ ശ്രദ്ധിച്ചത്? റമദാനായിട്ട് നേരാവാന്ന് വിചാരിച്ചിരിക്കുക. അതും ശരിയല്ല കേട്ടോ. റമദാനിന്റെ ഒന്നാമത്തെ ദിവസം തുടങ്ങി റമദാൻ അവസാനിച്ചാൽ പെരുന്നാളിന്റെ മാസപ്പിറവിന് കണ്ടാൽ ഇതൊക്കെ ഒഴിവാക്കുന്ന അങ്ങനെ ഒരു മാസക്കാലമായി ഒരു ആരാധനയില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നേടുന്ന കാര്യങ്ങൾ അടുത്ത റമദാൻ വരെ ഇങ്ങനെ കൊണ്ടുപോകണം. അപ്പോഴോ ചിലപ്പോ അടുത്ത റമദാൻ ആകുമ്പോഴേക്ക് അതിന്റെ റേഞ്ച് കുറച്ച് ഇങ്ങനെ കുറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടാവും. എന്നാൽ അതിനൊന്നും കൂടെ ബൂസ്റ്റ് ചെയ്യല അടുത്ത റമദാൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ അങ്ങനെയല്ല, ഒന്നിന് തുടങ്ങി പിന്നെ മുഴുവനാകലെന്നില്ല. അല്ലെ? ആലോചിച്ചു, ഗൗരവത്തിൽ ആലോചിക്കുക. ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ തീരുമാനിക്കണം, എന്റെ ഈ റമദാൻ അത് അള്ളാഹു പറഞ്ഞ അർത്ഥത്തിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അർത്ഥത്തിൽ എന്റെ ജീവിതത്തിൽ ഒരു ക്രമവും താളവും അതേപോലെ തന്നെ ആരാധനയുടെ ചൈതന്യവും ഒക്കെ കണ്ടെത്താൻ കഴിയുന്നതാണ്. ആ ഒരു അർത്ഥത്തിൽ അതിനെ പ്ലാൻ ചെയ്ത് എങ്ങനെ എന്തൊക്കെ ശ്രദ്ധിക്കണം? എന്റെ ജോലി സമയം എങ്ങനെ, വർക്കിനെ, അതേപോലെ തന്നെ എന്റെ കച്ചവടം എങ്ങനെ, എനിക്ക് ഈ പരിശുദ്ധ റമദാനിൽ പരിശുദ്ധ ഖുർആനിനെ മുഴുവൻ പാരായണം ചെയ്യാൻ, അതിനെ പഠിക്കാൻ, ക്ലാസുകളിൽ പങ്കെടുക്കാൻ, ജമാഅത്തുകൾ നഷ്ടമാവാതെ അതിൽ പങ്കെടുക്കാൻ കഴിയുന്ന രൂപത്തിൽ എന്റെ എല്ലാം പ്ലാൻ ചെയ്യാൻ കഴിയണം. അർത്ഥത്തിൽ പ്ലാൻ ചെയ്യുമ്പോഴാണ് ഈ റമദാനിനെ അതിന്റെ ചൈതന്യം ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയാം. പള്ളികളിൽ ധാരാളം സമയം ചെലവഴിക്കാൻ സമയം കാണണം. സുബഹി നമസ്കാരം കഴിഞ്ഞാൽ, അല്ലെ? സുബഹി നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഉറക്കാ നമ്മള്, അല്ലെ? വേണമെങ്കിൽ ഒരു ഹദീസ് നമുക്ക് പറയാം, നോമ്പുകാരന്റെ ഉറക്കം ഇബാദത്താണ്. എന്നിട്ടോ സുബഹിസ്കരിച്ചിട്ട് ളുഹ്ർ വരെ കിടന്നുറങ്ങും, ളുഹ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും കിടന്നുറങ്ങും, അല്ലെ? അസ്ർ കഴിഞ്ഞിട്ട് ഈ പിന്നെ സാധനങ്ങൾ വാങ്ങാൻ അങ്ങാടി പോകും, ഏശ കഴിഞ്ഞ് രാത്രി നിസ്കാരം ഒന്നുമില്ല, അങ്ങനെ കിടന്നുറങ്ങും. അങ്ങനെ ഇബാദത്തല്ല പറഞ്ഞത്. അവൻ പകൽ സമയം രാത്രി സമയം ഒക്കെ ഉറക്കൊഴിച്ചിട്ട് ഇബാദത്ത് ചെയ്യുമ്പോ പള്ളിയിലൊക്കെ ഇരിക്കുമ്പോ ചിലപ്പോ ഒന്ന് മയങ്ങിപ്പോകും. അതാണ് ആ ഉറക്ക ഇബാദത്ത് എന്ന് പറഞ്ഞത്. അതല്ലാതെ മുഴുവൻ സമയം ഉറങ്ങി തീർക്കുക അങ്ങനെയല്ല. ക്ഷീണം ഉണ്ടാവും, ത്യാഗം സഹിക്കണം. സ്വർഗാണല്ലോ പടച്ചോൻ തരാറുള്ളത്. സ്വർഗം കിട്ടണമെങ്കിൽ കുറച്ച് മേലധ്വാനം ഉണ്ടാവണം, അല്ലെ? അതിന് തയ്യാറാവോ, ഒരുങ്ങുക. എന്തൊക്കെ ഞാൻ പ്ലാൻ ചെയ്യണം, അല്ലെ? നമുക്ക് ഇങ്ങനെ കലണ്ടർ പറയാൻ പറ്റണം. ഈ ഒരു റമദാനിലെ ദിവസങ്ങളെ ഞാൻ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുണ്ട്. വീട്ടുകാരോട് അവിടെ ഇരുന്നിട്ട് എങ്ങനെയൊക്കെ, അല്ലെ? നമ്മൾ പ്ലാൻ ചെയ്തത് പൊരിക്കടി എന്താന്നുള്ളതിനെ പറ്റിയാ പ്ലാൻ ചെയ്ത് എന്തൊക്കെ കൊണ്ടുവരാന്ന്. അതല്ല, ഇപ്പോ തീരുമാനിക്കുക. ഇല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ഹദീസാ, പ്രവാചകൻ മിമ്പറിലേക്ക് ഖുതുബ പറയാൻ കയറിയിരുന്നപ്പോ ഒന്നാമത്തെ പടിയിൽ ചവിട്ടി ആമീൻ പറഞ്ഞു, രണ്ടാമത്തെ പടിയിൽ ചവിട്ടി ആമീൻ പറഞ്ഞു, മൂന്നാമത്തെ പടിയിൽ ചവിട്ടി നിൽക്കുമ്പോ ആമീൻ പറഞ്ഞു. നമസ്കാരാനന്തരം ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞ് ജുമാ കഴിഞ്ഞ്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ല പ്രവാചകരെ, എന്റെ ഒരു പ്രത്യേകത ഇതുവരെ ഒന്നും ഇങ്ങനെ കണ്ടില്ലല്ലോ, എന്താ അങ്ങനെ ഉറക്കെ 3 സ്റ്റെപ്പിലും പടിയിലും കേറി നിന്നുകൊണ്ട് ആമീൻ പറഞ്ഞത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തപ്പോ അതില് ഒന്ന് പറഞ്ഞ കാര്യം എന്താ? ഒന്ന് പറഞ്ഞത് മൻ അദ്റക ശഹ്റ റമളാൻ, പരിശുദ്ധമായ ഒരു റമളാനിനെ കിട്ടിയിട്ട് ഫലം യുഗ്ഫർ ലഹു, അവന്റെ പാപങ്ങളെ പൊറുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അല്ലാഹു അവനെ സ്വർഗത്തിൽ നിന്ന് വിദൂരമാക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. മാത്രല്ല എന്നോട് ആമീൻ എടുക്കാൻ പറഞ്ഞു, ഞാൻ ആമീൻ എടുത്തതാ. ഒന്നാമത്തേത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? ഒന്നാമത്തേത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പ്രായമായ മാതാപിതാക്കളെ കിട്ടിയിട്ട് സ്വർഗം നേടിയെടുക്കാൻ കഴിയാത്തവന് അല്ലാഹു സ്വർഗത്തിൽ നിന്ന് വിദൂരമാക്കപ്പെടട്ടെ എന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയ്ക്കാണ് എന്ന് നമ്മൾ കേട്ട ഹദീസ് എന്നുള്ളത് കൊണ്ട് വിശദീകരിക്കുന്നില്ല. ഒന്നാമത്തേതോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരുടെയെങ്കിലും മുമ്പിൽ പ്രവാചകന്റെ പേര് പറഞ്ഞിട്ട് സലാത്ത് ചെല്ലാത്തവന്റെ അള്ളാഹു ശപിക്കട്ടെ, അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് വിദൂരമാക്കപ്പെടട്ടെ എന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയ്ക്കാണ് ഞാൻ ആമീൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ പ്രിയപ്പെട്ടവരെ, അത്ര ഗൗരവത്തിൽ പറഞ്ഞ ഒരു കാര്യം പരിശുദ്ധ റമളാൻ. നമ്മൾ തീരുമാനിക്കാം, ഈ ഒരു മാസം എന്റേതാക്കും, എന്റെ ജീവിതത്തിൽ വന്ന പാപങ്ങളെ പുറത്തു കളയാൻ അതിന് ഉപയോഗപ്പെടുത്തും. ജമാഅത്ത് നമസ്കാരം അത് ഞാൻ ഇന്ന് മുതൽ തന്നെ കൃത്യമായി ശ്രദ്ധിക്കും. ഇന്ന് ജുമാ കിട്ടിയിട്ടുണ്ടെന്ന് അസ്ർ മുതൽ നമ്മൾ ശ്രദ്ധിക്കും. അങ്ങനെ റമളാനിലും തുടർന്നും നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുപോകും. തൊട്ടടുത്ത പള്ളിയിൽ ജമാഅത്ത് നടക്കുമ്പോ അവിടെ എന്റെ ശരഈയായ കാരണങ്ങളില്ലെങ്കിൽ എന്റെ പ്രാതിനിധ്യം അവിടെ ഉണ്ടാകും എന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയണം. അതിനുള്ള മുന്നൊരുക്കമാണ് പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധ റമളാനിൽ നടത്തേണ്ടത്. ആ ഒരു അർത്ഥത്തിൽ വളരെ പ്ലാൻ ചെയ്തുകൊണ്ട് അല്ലേ, അല്ലാഹ് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങളുടെ മേൽ നോമ്പിനെ നിയമമാക്കിയിട്ടുണ്ട്. കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് നോമ്പ് നിയമമാക്കിയതുപോലെ. എന്തിനാ? ലഅല്ലക്കും തത്തഖൂൻ, ആ സൂക്ഷ്മത പാലിക്കുവാൻ. ആ ഒരു അർത്ഥത്തിൽ ഈ പരിശുദ്ധ റമളാനിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ, മാനസികമായ മുന്നൊരുക്കങ്ങൾ നടത്തി എന്റേതാക്കി മാറ്റുമെന്ന ദൃഢപ്രതിജ്ഞയോടുകൂടി എന്റെ പ്രിയപ്പെട്ടവരെ ഈ ജുമാ കഴിഞ്ഞ് തിരിച്ചു പോകാൻ നമുക്ക് കഴിയണം. അല്ലാഹു ആ അർത്ഥത്തിൽ പരിശുദ്ധ റമളാനിനെ കണ്ടുമുട്ടാനും ഉപയോഗപ്പെടുത്താനും ഭാഗ്യം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.